ഞാനിന്ന് പറയുന്നത് എനിക്ക് ലൈസൻസ് കിട്ടിയിട്ടുള്ള കഥയാണ്. എല്ലാവരെ സംബന്ധിച്ചും ലൈസൻസ് കിട്ടുക എന്നുള്ളത് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമായിരിക്കും. എന്നെ സംബന്ധിച്ച് അതങ്ങനെ ആയിരുന്നില്ല. എൻ്റെ ലൈസൻസിൻ്റെ ദിവസം അന്ന് ഞാൻ രാവിലെ അവിടെ എത്തി. അത് നമുക്ക് രാവിലെ തന്നെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ടൈം. എന്നാൽ ഞാൻ പ്രാക്ടീസൊക്കെ ചെയ്ത്, പക്ഷെ എനിക്ക് റോഡ് ടെസ്റ്റ് എങ്ങനെ അറിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഞാനാണെങ്കിൽ വിത്ത് ഗിയറിൽ പഠിക്കാനുള്ള മൈൻഡിലായിരുന്നു. ഗിയർ അറിയാം, എട്ടിടാൻ അറിയാം, അതിൻ്റെ അപ്പുറം എനിക്ക് റോഡ് ടെസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ ആളുടെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് റോഡ് ടെസ്റ്റ് ഒന്ന് പറഞ്ഞു ചോദിച്ചു. ആളിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഷോർട്ട് ആയിരുന്നു. എന്നിട്ട് അന്ന് ഇതൊക്കെ നിങ്ങൾ അവിടെ തന്നെ പഠിച്ചു തരണം, ഞങ്ങൾ ഇവിടെ നിന്നാണോ പഠിപ്പിച്ചു തരുന്നത്. ഞാൻ ആളടുത്ത് ഒരുപാട് ചോദിച്ചു, എനിക്കൊന്ന് ഒന്ന് ജസ്റ്റ് ട്രയൽ ഇടാൻ തരുമോ, എങ്ങനെയാണ് നോക്കാനെന്ന് പറഞ്ഞു. നിനക്ക് തീരെ അറിയില്ലെങ്കിൽ നീ ഇടാത്തായിരിക്കും നല്ലത്, നീ ഒന്നാമത് ഹൈറ്റ് ഇല്ലാത്ത കുട്ടിയാണ്, എനിക്ക് തോന്നുന്നില്ല, നീ എന്ത് ചെയ്തോ ആക്റ്റീവം എടുത്തു. ഞാൻ പറഞ്ഞു എനിക്ക് ഇരുമ്പോൾ തന്നെ ചെയ്യണം, എനിക്ക് വിത്ത് കയറുമ്പോൾ തന്നെ ലൈസൻസ് വേണമെന്ന് പറഞ്ഞു. ആൾ പറഞ്ഞു ഒരുപാട് ആൾക്കാർ എൻ്റെ ചുറ്റിനുണ്ടായിരുന്നു. ആളും എല്ലാവരും ഇന്ന് എൻ്റെ അടുത്ത് എന്നോട് പറഞ്ഞു ആനപ്പുറത്ത് കയറും വേണം, എന്നാൽ പിന്നെ ഒന്നും അറിയില്ല. എനിക്ക് നല്ല സങ്കടം വന്നു, അത്രയും ആളുകൾ അവിടെ ഉണ്ട്. അങ്ങനെ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, അയാൾ എനിക്ക് ബൈക്കുന്നു, ആ എണ്ണ ഓട്ടിക്കൊന്നു വേണ്ടി, നീ നിൻ്റെ റിസ്ക് എടുക്കുന്നതാണ് ഓക്കെ എന്ന് പറഞ്ഞ് ഞാനങ്ങനെ ഓട്ടി. കറക്റ്റ് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് എനിക്കൊന്നും കാണാൻ പറ്റും. വണ്ടി പോയിട്ട് ഒരു മതിലുമ ഇടിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഒരു നല്ല മനുഷ്യൻ ആളെന്ത് ചെയ്തു എന്നെ റെഡിയാക്കി തന്നിട്ട്, പിന്നെ എനിക്ക് അറിയില്ലെങ്കിൽ തീരെ ഇടാൻ നിൽക്കരുതെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ യൂട്യൂബിൽ നിന്ന് എങ്ങനെ ഇടാന്നുള്ളതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് അങ്ങനെ എൻ്റെ ടൈമെത്തി. എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, ഉമ്മ ഒഴിച്ച് ബാക്കി അവിടെ കണ്ടിരുന്ന ആളുകളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്കത് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ, നീ ഹൈറ്റ് ഇല്ലാത്ത കുട്ടിയാണ്, നിനക്കത് കഴിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ തോറ്റാലും വേണ്ടിയില്ല, ഞാൻ വിത്ത് ഗിയറിനെ കേട്ടുകൊടുക്കുന്നു. അങ്ങനെ ഞാൻ വിത്ത് ഗിയർ പറ്റു, ഞാൻ അതിൽ പാസ്സായി. നമ്മൾ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, നമുക്കത് ചെയ്യില്ല, നമുക്കത് കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ അവിടെ ഇല്ലാതാവുകയും ചെയ്തു. ഇടയ്ക്കൊക്കെ നെഗറ്റീവ് ആക്കാൻ ആളുകൾ ഉണ്ടാവണം, എന്നാലും നമ്മൾ ജീവിതത്തിൽ ജയിച്ച് കാണുള്ളൂ.